വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ടർക്കിഷ് ബ്രെഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ടർക്കിഷ് ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണാം. ടർക്കിഷ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. മെയിനായിട്ട് വേണ്ടത് മൈദ. മൈദ ഇവിടെ ഞാൻ 2 കപ്പാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്കൊരു ബോളിലേക്ക് ഇടാം. $240 ഗ്രാം വരും ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ മാവിൽ ഉപയോഗിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓയിൽ മൈദയിലേക്ക് നന്നായിട്ട് റബ്ബിൻ ചെയ്ത് ചേർക്കുക. ഇപ്പം നോക്കിയാൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറി. നമ്മൾ ആ ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് മാവിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര്, യൂഷ്വലി ഗ്രീക്ക് യോഗേർട്ടാണ് ഉപയോഗിക്കുക, നമ്മളതിന് പകരം തൈര് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് ഇതിനകത്തേക്ക് ചേർക്കുക. കാൽ കപ്പ് ചെറിയ ചൂട് വെള്ളം. നമ്മൾ 1/2 കപ്പ് തൈരും 1/4 കപ്പ് ചെറിയ ചൂട് വെള്ളം കൂടെയാണ് ചേർത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മാവിച്ചിരി സ്റ്റിക്കി ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴാണെങ്കിൽ സ്റ്റിക്കി ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കയ്യിലൊട്ടാത്ത ഒരു പരുവാക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. കയ്യിലൊട്ടാത്തൊരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഒന്ന് റബ്ബ് ചെയ്ത് ഒരു നന്ന തുണിയിട്ട് കവർ ചെയ്യുക. കവർ ചെയ്ത് ഒരു 1/2 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ ഒത്തിരി മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതൊരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും. ഡബിൾ സൈസ് ആകുന്ന കണക്കിന് മാറ്റി വെക്കുക. ഞാൻ 1/2 മണിക്കൂർ മുമ്പ് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ എത്ര നന്നായിട്ട് പൊങ്ങി. ഇനി ഇത് പഞ്ച് ചെയ്ത് അതിൻ്റെ എയർ കളയുക. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും ഇച്ചിരി പൊടിയിട്ട് കൊടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് നമുക്കിത് ഇനി ഷേപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇതിനെ ചെറിയ ചെറിയ ബ്രെഡ്സ് ആക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോർഡ് എടുക്കാം റോൾ ചെയ്യാനായിട്ട്. നന്നായിട്ട് മൈദ ഇടാം. ഇത് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം. ഇങ്ങനെ ലോഗ് പോലെ ആക്കി ഈ അളവിൽ 5 ബ്രെഡ്സാണ് ഉണ്ടാക്കുന്നത്. 5ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോന്നും ബോൾ പോലെ ആക്കുക, ഡോ ബോൾസ് ആക്കുക. പരത്തിയിടുന്ന സർഫസിൽ നന്നായിട്ട് മൈദ ഇടുക. അതിൻ്റെ പുറത്ത് വേണം വെക്കാൻ. ഒരുപാട് നമ്മൾ കൂടുതൽ മൈദ ഇട്ട് കഴിഞ്ഞാൽ മയം കിട്ടത്തില്ല, സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. കയ്യിലൊട്ടാത്തൊരു പരുവം വരുമ്പോൾ നിർത്തുക. ഇത് ചെറിയ ബ്രെഡ്സ് ആക്കുവാണെങ്കിൽ ഇതൊരു 6 എണ്ണം ഒക്കെ ആക്കാം. ഒത്തിരി വലുത് വേണമെങ്കിൽ 4 എണ്ണം
ആയിട്ടും ചെയ്യാം. വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റോളം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് ഡബിൾ ആയിട്ടുണ്ട് സൈസൊക്കെ. ഇനിയും നമുക്കിത് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പാൻ ഹീറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രിഡിൽ പാനാണ്. ഗ്രിഡിൽ പാനിന് പകരം നമ്മുടെ ദോശക്കല്ലോ ചപ്പാത്തി ചുടുന്ന കല്ലൊക്കെ യൂസ് ചെയ്യാം. അയൺ പാൻ ഉപയോഗിക്കാം. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് സ്ക്വയറോ റൗണ്ടോ ഒക്കെ ആയിട്ട് പരത്താം കേട്ടോ. റൗണ്ട് തന്നെ വേണമെന്നില്ല, സ്ക്വയർ ഷേപ്പിലും വേണേ ഉണ്ടാക്കിയെടുക്കാൻ. പൊടി എക്സസ് ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയുക. ചൂടായ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഇത് ടേൺ ചെയ്യാം. ഈ ഒരു കളർ മറ്റേ സൈഡിലും ആവണം. രണ്ട് സൈഡും ബ്രൗൺ ആയി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, രണ്ട് സൈഡുമായി. എടുക്കുമ്പോൾ വേണം നിങ്ങൾക്ക് ഇച്ചിരി ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതൊന്നുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. ഈ ബട്ടർ തേക്കുന്നത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. വീണ്ടും പാൻ ഹീറ്റ് ചെയ്യുക. കുറച്ച് ഓയിൽ ഒഴിക്കുക. അടുത്ത ബ്രെഡ്. മീഡിയം ഹൈ ഹീറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണ്ട, ഡ്രൈ ആയി തുടങ്ങും. രണ്ട് സൈഡും ബ്രൗൺ ആകുമ്പോൾ എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ഈ ടർക്കിഷ് ബ്രെഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ബ്രെഡാണ്. വേണ്ട, നല്ല സോഫ്റ്റാണ്. ഇത് റാപ്പായിട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ചിക്കൻ ഗ്രില്ലിൻ്റെ കൂടെ, ടർക്കിഷ് കബാബിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഫിഷ് ഗ്രില്ലിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ എക്സലൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.